അതുപോലെ തന്നെ ഇനി മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള പ്രഖ്യാപനം അത് കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ നടത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ സോണിയാഗാന്ധിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ? പ്രഖ്യാപനം ഒരിക്കലും സോണിയാഗാന്ധി അല്ല നടത്തുന്നത്. കാരണം കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയാണ്. പക്ഷേ കോൺഗ്രസിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നപരിഹാരിയായി അവിടെ എത്തുന്നയാളാണ് സോണിയാഗാന്ധി. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ അരികിലേക്ക് ഈ വിഷയം നേരത്തെ തന്നെ എത്തിയത്. സോണിയാഗാന്ധി AK ആന്റണിയുമായി ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഫോണിൽ നടത്തും എന്നുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കാരണം ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടായ എല്ലാ സമയങ്ങളിലും അവസാന വാക്ക് സോണിയാഗാന്ധിയാണ് കോൺഗ്രസിൽ. അതുകൊണ്ടാണ് എല്ലാവർക്കും സ്വീകാര്യതയുള്ള സോണിയാഗാന്ധിയെ തന്നെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും പ്രഖ്യാപനം നടത്തുന്നത് കോൺഗ്രസ് അധ്യക്ഷനോ രാഹുൽ ഗാന്ധിയോ ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇത്രയും തർക്കത്തിലേക്ക് നീണ്ട ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഇനിയൊരു വാർത്താക്കുറിപ്പായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് വരാനുള്ള സാധ്യത കുറവാണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രഖ്യാപനം തന്നെ ഉണ്ടാകാനാണ് സാധ്യത. നിലവിൽ ഈ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു പേരിലേക്ക് ഹൈക്കമാൻഡിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് മുതിർന്ന നേതാക്കളുടെയും ഘടകകക്ഷി നേതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് പ്രഖ്യാപിക്കാനുള്ള നടപടിയെ ബാക്കിയാകുന്നുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്.